പറമ്പിൽ നിന്നും കിട്ടിയ കുറച്ച് ചെറുചേമ്പും ചേനയുമാണിത്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വൃത്തിയായിട്ട് ചിരണ്ടി കഴുകി എടുത്തിട്ടുണ്ട്. കുറേ തവണ വെള്ളം ഒഴിച്ചെല്ലാം കഴുകി എടുത്തതാണ്. ഇത് ചിരണ്ടുന്നതൊരു ഒന്നൊന്നര പണിയാണ്. കാരണം ചിരണ്ടുമ്പോൾ കൈ ചൊറിയും. ഇത് തിളച്ചൊന്ന് കുറേ നേരം കഴിയുമ്പോഴേ ഇതിൻ്റെ കൈ ചൊറിച്ചിൽ മാറത്തുള്ളൂ. പച്ചവെളിച്ചെണ്ണ പുരട്ടിയാലും എന്തുവാണേലും കൈ ചൊറിയുമെന്നുള്ളതാണ്. ചേമ്പിൻ്റെ ചിലർക്ക് ചൊറിയുമോ എന്നറിയില്ല. ഇത് അടുപ്പത്ത് വെച്ച് വിറകടുപ്പി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇത് 4 മണിക്ക് ചായ പലഹാരത്തിന് വേണ്ടി വീട്ടിലെല്ലാവർക്കും കൂടെ പുഴുങ്ങുവാണ്. ഇത് നമ്മൾ 4 മണിക്ക് മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് എണ്ണപ്പലഹാരമൊക്കെ ഇല്ലയോ, വടയൊക്കെ ഇല്ലയോ കൊടുക്കുന്നത്. വല്ലപ്പോഴും ഈ പറമ്പിലെ കിഴങ്ങുകളൊക്കെ അവർക്ക് പുഴുങ്ങി കൊടുക്കണം. ചന്തയിൽ മേടിക്കാനും കിട്ടും. അവർക്ക് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അറിയില്ല ഇതൊക്കെ എന്തുവാ സംഭവം എന്നൊക്കെ. അവർക്ക് ബർഗർ, പപ്സ് അതൊക്കെയാണ് ഇഷ്ടം. വല്ലപ്പോഴും ഒരിക്കൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ വലിയവർക്കും കഴിക്കാം, വീട്ടിലെല്ലാവർക്കും കഴിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മീൻപീരയുണ്ട്. പിന്നെ കൂടെ മുളക് ചമ്മന്തി, കാന്താരിയൊക്കെ ഇട്ട ഒരു മുളക് ചമ്മന്തി, പിന്നെ കട്ടൻ കാപ്പി. ഇത് എല്ലാവർക്കും കൂടെ പുഴുങ്ങുമ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും കഴിക്കാം. പണ്ടത്തെ അപ്പച്ചന്മാരുടെയൊക്കെ പ്രധാന ഭക്ഷണമായിരുന്നു ഇത്. പണ്ട് അവർ ഇതൊക്കെയാണ് കഴിക്കുന്നത്. ചോറിനെക്കാട്ടി കൂടുതൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങൊക്കെ പുഴുങ്ങി കഴിക്കുമായിരുന്നു.